ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് കുഞ്ഞു കുഞ്ഞു കറികളുമായിട്ടുള്ള ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം നമ്മൾ ഒഴിച്ചുകറിയും ഒരു തോരനും ഒരു പപ്പട ചമ്മന്തിയും പിന്നെ ഒരു കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. ഒഴിച്ചുകറിയായിട്ട് തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് പരിപ്പൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മൺചട്ടിയിലേക്ക് ഇട്ട് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കോൽപ്പുളി ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരിപ്പ് വെന്ത് വന്നപ്പോൾ നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് ചെറുതീയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അത് കാച്ചിയെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി ചെറിയുള്ളിയും കുറച്ച് വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ചിലർക്ക് പുളിയെ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ പുളി ഒഴിക്കാതെയും ഈ കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതേ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറുള്ളിയും വറ്റൽമുളകും ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു കളറിനായിട്ട് ഒരു നുള്ള മുളക് പൊടി കൂടി ചേർത്ത് വീണ്ടും 1-2 സെക്കൻഡ് ഒന്ന് വഴറ്റി അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി തീ കൂട്ടി വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കാച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ നല്ല പരിപ്പ് കുത്തിക്കാച്ചി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തോരനാണ് ഉണ്ടാക്കുന്നത്, ബീട്രൂട്ട് തോരൻ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇത് ചെറുതാക്കി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങയിലൊന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകി അതൊന്ന് വെള്ളം വാരാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് ചീഞ്ചട്ടി വെച്ച് ആദ്യം കടുക് പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുള്ളി കൂടി അരിഞ്ഞത് ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷമാണ് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നു. അപ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചത്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ഒരു കളറിനായിട്ട് ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും ചേർത്തു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചെറിയ തീയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് നാളികേരം കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മുടെ നാളികേരം കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത മുരിങ്ങയില കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ്, ഇപ്പം ഇലക്കറികളൊക്കെ കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറച്ചും കൂടി മുരിങ്ങയില ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ മുരിങ്ങയില ഇവിടെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മുരിങ്ങയില ഞാൻ ഊരിയെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഒരു പരിപ്പിട്ട് വെക്കാനായിട്ട് മാറ്റി വെച്ചുള്ള കാരണം കുറച്ച് മുരിങ്ങയില അതിലിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ചു. പിന്നെ മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചു. 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ
ഒഴിച്ചുകറിയും അതുപോലെ തന്നെ തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു കയ്പ്പയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. കയ്പ്പയ്ക്കൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി, ഒട്ടും വെള്ളമില്ലാണ്ട് വേണം അത് മസാല പുരട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് കൈകൊണ്ടൊന്ന് ഇത് പിച്ചി ഇങ്ങനെ എടുത്ത് അതും, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്ക അതിലേക്കിട്ട് മസാല പുരട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് പപ്പട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു 4 പപ്പടം ഞാൻ വറുത്തെടുക്കണം. പിന്നെ അതേ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി, പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവൊന്നുമില്ലാത്ത വറ്റൽമുളകാണ്, അപ്പോൾ അത് കാരണം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയും വറ്റൽമുളകും ഇട്ടു. പിന്നെ അതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒട്ടും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരമാണ്. അപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള നാളികേരം കൂടി ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഉണ്ട കോൽപ്പുളിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഒറ്റയടി അടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചുള്ള പപ്പടം കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേ പപ്പടം കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കയ്പ്പയ്ക്ക കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ചെറിയ തീയിൽ വെച്ച് അപ്പുറം മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ നല്ല കുത്തിരി ചോറുണ്ട്, പിന്നെ കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്തത്, നമ്മുടെ പപ്പട ചമ്മന്തി. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി ചോറുണ്ണാനായിട്ട്. നല്ല ചൂടുള്ള ചോറിലേക്ക് പപ്പട ചമ്മന്തിയും അതുപോലെ തന്നെ കയ്പ്പയ്ക്ക വറുത്തതും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ തോരനുണ്ട്, ബീട്രൂട്ടും മുരിങ്ങയിലയും കൂടിയുള്ള തോരൻ, പിന്നെ നാരങ്ങാച്ചാറ്, ഒരു ആർഭാടത്തിനായിട്ടൊരു കഷ്ണം നാരങ്ങാച്ചാറും വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കാച്ചിയതും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.